മിച്ചേച്ചിയെ അവർക്കൊപ്പം വീട്ടിലേക്ക് വിട്ടു കാണുമോ കാശിയേട്ടാ? ജയനും മൃദുലും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയെന്നറിഞ്ഞ് അപ്പു വല്ലായ്മയോടെ തിരക്കി. അവളെ അവളുടെ അച്ഛൻ്റെ കൂടെ വിട്ടെൻ്റെ അപ്പു. അകത്തേക്ക് കയറി വന്ന അമ്ന ചെറുചിരിയോടെ പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ ഇരുന്ന അപ്പുവിനെ ചേർത്ത് പിടിച്ചു. വിട്ടോ? ഓ, സമാധാനമായി, അപ്പു ആശ്വാസത്തോടെ പറഞ്ഞു. അതെങ്ങനെ, കേസെടുത്തില്ലേ? കാശി മെല്ലെ തിരക്കി. അവൻ ചോദിക്കുന്നത് കേട്ട് അപ്പു കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. ബാക്കിയുള്ളവരുടെ പേരിൽ കേസെടുത്തു. മൃദുലയ്ക്കൊപ്പം പിടിച്ച ആൾ ഒരു തമിഴനാണ്, നിരഞ്ജന്റെ ബിനാമി. അത് ആർക്കും വലുതായിട്ട് അറിയില്ല, സുഹൃത്തുക്കൾക്ക് എന്നേ അറിയൂ. അയാളും മൃദുലയും വിവാഹം കഴിക്കാൻ പോകുന്നവർ ആണെന്നും അവളെ കാണാൻ വന്നപ്പോൾ കുറച്ചു സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ സുഹൃത്തിന്റെ ഹോട്ടലിൽ എത്തിയതാണെന്നുമൊക്കെ അവർക്ക് തെളിയിക്കാൻ പറ്റി. അല്ല, പണം കൊണ്ട് ബാക്കിയുള്ളവരുടെ കണ്ണു മൂടിക്കെട്ടി. പുച്ഛത്തോടെ ഫായിസ് പറഞ്ഞു. മൃദുലയെ നിരഞ്ജൻ നല്ല വെടുപ്പായിട്ട് അങ്ങോട്ട് തേച്ചു അല്ലേ? മീശയും താടിയും ഒഴിഞ്ഞുകൊണ്ട് കാശി തിരക്കി. അതത്രേയുള്ളൂ, കാശി പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് ഫായിസ് പറഞ്ഞു. അന്നേ ഞാൻ അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞതാണ്. അവരൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. എത്ര അടക്കി പിടിച്ചിട്ടും തിളച്ചുമറിയുന്ന ദേഷ്യത്തോടെ കാശി പറഞ്ഞു. ആ നിരഞ്ജന് അവൻ്റെ അച്ഛൻ്റെ ഏതോ ഒരു സുഹൃത്തിൻ്റെ മകളുമായി വളരെ രഹസ്യമായി വിവാഹം നിശ്ചയിച്ചു എന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. സത്യമാണോ എന്ന് അറിയില്ല, അമ്മു എല്ലാവരോടുമായി പറഞ്ഞു. അത് ശരിയായിരിക്കും അമ്മു. അതാവുമല്ലോ മൃദുലയെ ഇനി അവനിലേക്ക് തിരികെ പോവാത്ത വിധത്തിൽ ഈ കണ്ട നാട്ടുകാർക്ക് മുന്നിൽ അവളെ നാണം കെടുത്തിയത്. ഇനി അവൾക്ക് മനസ്സിൽ പോലും നിരഞ്ജന്റെ ഒപ്പം ഒരു ജീവിതം ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. അത്ര സുന്ദരമായിട്ടല്ലേ അവളെ ഒഴിവാക്കിയത്? ഇതൊക്കെ അവളായിട്ട് ഇരന്നു വാങ്ങിയതാണ് ഫായിസെ. ഇനി നമുക്ക് ആർക്കും ഇതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ വിനീതയെ വിട്ടില്ലേ ചേച്ചി? വിനിത മിസ് എന്ന് പറയാൻ വന്നിട്ട് അറച്ചുകൊണ്ട് അപ്പു പേര് പറഞ്ഞു തന്നെ തിരക്കി. അവളെ ഒന്നും വിടൂല, അവളൊക്കെ അവിടുത്തെ സ്ഥിരം ആൾക്കാരാണെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നു. അമ്ന മെല്ലെയാണ് അത് അപ്പുവിനോട് പറഞ്ഞതെങ്കിലും കാശിയും ഫായിസും അത് കേട്ടിരുന്നു. എന്താണ് എൻ്റെ അപ്പൂസിൻ വല്ലാത്തൊരു ആലോചന? ഈ കുഞ്ഞുതല ആകെ പുകയുന്നുണ്ടല്ലോ. രാത്രി കാശിയുടെ നെഞ്ചോട് ചേർന്ന് പതുങ്ങി കിടക്കുമ്പോൾ പതിവ് കലപിലയൊന്നുമില്ലാതെ കിടക്കുന്നവളെ പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തി ചോദിച്ചു കാശി. ഒന്നുമില്ല കാശിയേട്ടാ, ഞാൻ വെറുതെ എന്തൊക്കെയോ ഓർത്ത് കിടന്നതാണ്. കാശിയുടെ നെഞ്ചിൽ താടി കൊത്തി മുഖം ഉയർത്തി അവൻ്റെ കണ്ണുകളിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അപ്പു പറഞ്ഞു. ഒന്നുമില്ലാതെ അല്ലല്ലോ, എൻ്റെ കുറിഞ്ഞുപൂച്ചയ്ക്ക് എന്തോ ഒരു കുഞ്ഞു സങ്കടമുണ്ടല്ലോ. എന്താണെന്ന് പറയ്. കാശി അവളെ ഒന്നുകൂടെ തൻ്റെ ദേഹത്തേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതില്ലേ കാശിയേട്ടാ, ഞാൻ മിച്ചേച്ചിയെക്കുറിച്ച് ഓർത്തതാണ്. ഇനി ആ ചേച്ചിയെ എല്ലാവരും മോശക്കാരിയായിട്ടല്ലേ കാണുള്ളൂ. എങ്ങനെ പുറത്തിറങ്ങി നടക്കും? മെല്ലെ പറഞ്ഞുകൊണ്ട് കവൾ അവൻ്റെ നെഞ്ചിൽ പതിച്ചു വെച്ചു അപ്പു. അവളെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കരുത് അപ്പു. അവളായാലും ആ സ്ത്രീയായാലും അത് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അപ്പൂട്ടൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട. വിതച്ചതേ കൊയ്യൂ അപ്പൂട്ടാ, അതിപ്പോ ആരായാലും. അവളെ ഉയർത്തി ആ മുഖം അവൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു കാശി പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് അപ്പു മെല്ലെ ഒന്ന് മൂളി. ഇനി എന്താ പരിപാടി? അവളുടെ കണ്ണുകളിൽ മെല്ലെ ഒന്ന് ഊതിക്കൊണ്ട് കാശി തിരക്കി. എന്ത് പരിപാടി? ഒന്നുമില്ല. ഇന്നത്തെ കോട്ട ഉച്ചയ്ക്ക് കഴിഞ്ഞു. അവൻ്റെ മുഖത്തും കണ്ണുകളിലും തെളിഞ്ഞ ഭാവം മനസ്സിലായ അപ്പു അവനെ കൂർപ്പിച്ചു നോക്കിയിട്ട് പറഞ്ഞു. അങ്ങനെ പറയല്ലേ എൻ്റെ അപ്പൂസെ, നിന്റെ കാശിയേട്ടൻ എന്തൊക്കെയോ തോന്നുന്നുണ്ട് പെണ്ണെ. പറഞ്ഞുകൊണ്ട് കാശി ആ ചുണ്ടിലേക്ക് അതിൻ്റെ ഇണയെ ചേർത്ത് വച്ചിരുന്നു. ഇനി എന്താ മൃദു നിന്റെ പ്ലാൻ? നീ തിരികെ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടോ? അതോ അനിയത്തിയുടെ കാര്യം നോക്കി നിന്റെ പഠിത്തവും ജീവിതവും കളയാനാണോ തീരുമാനം? മുറിക്കുള്ളിൽ വേറെ നിലത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്ന വിനയെയും ചുറ്റും നടക്കുന്നത് ഒന്നും അറിയാതെ ബെഡിൽ ചുരുണ്ടുകിടക്കുന്ന മിച്ചുവിനെയും നോക്കി കസേരയിൽ ആലോചനയോടെ ഇരിക്കുന്നവൻ്റെ അരികിലേക്ക് വന്ന് ജയൻ തിരക്കി. അവൻ അയാൾക്ക് മറുപടിയൊന്നും കൊടുക്കാതെ അമ്മയെയും അനിയത്തിയെയും ഒന്ന് നോക്കിയതേയുള്ളൂ. എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്നാലും നാണക്കേട് മാത്രമേ ഉണ്ടാവൂ മോനെ. നീയെങ്കിലും ഇവിടുന്ന് പോയി രക്ഷപ്പെടാൻ നോക്ക്. അവൻ്റെ ആ ഇരിപ്പ് കണ്ട് വേദനയോടെ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. ജീവിതം മടുത്തു തുടങ്ങി. ആരുടെയും മുഖത്ത് നോക്കാൻ പോലുമുള്ള മനസാന്നിധ്യം ഇല്ലാതെയായി. വർഷങ്ങൾക്ക് മുമ്പ് വൈദുവിനെ കൈനീട്ടി അടിച്ചതും അവളുടെ കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ നോക്കിയതും അരുന്ധതിയെ കാണാതെയായപ്പോൾ അവരെക്കുറിച്ച് മോശമായി പറഞ്ഞതുമൊക്കെ ഈ നിമിഷം അയാൾ വേദനയോടെ ഓർത്തുപോയി. അച്ഛാ, മൃദുലിൻ്റെ വിളിയാണ് അയാളെ ഓർമ്മകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. എന്താടാ, നീ എന്തിനാ വിളിച്ചേ? വാടിത്തളർന്നിരിക്കുന്ന ജയന്റെ മുഖത്തേക്ക് നോക്കി നിന്നവൻ നനവൂറിയ കണ്ണുകൾ അയാൾ കാണാതെ ഇരിക്കാൻ മുഖം തിരിച്ചു കളഞ്ഞു. എന്താ മോനെ, നീ എന്താ പറയാൻ വന്നതാണ്? ചോദിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു അടുത്തേക്കിരുത്തി അയാൾ. അച്ഛൻ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ആകെ വല്ലാതെയായിപ്പോയി. അയാളുടെ വെളുത്തു തുടങ്ങിയ കുറ്റിത്താടിയിലും ക്ഷീണം ബാധിച്ച മുഖത്തും കുണ്ടിലേക്ക് ആണ്ട കണ്ണുകളും നോക്കി സങ്കടത്തിൽ മൃദുൽ പറഞ്ഞു. അച്ഛൻ വയസ്സായി തുടങ്ങി, 50-ലെത്തിയില്ലേ? ഇനി ഇങ്ങനെയൊക്കെയാകും. മിച്ചു അവളുടെ ജീവിതം ഇനി എന്തായി തീരുമെന്നത് എൻ്റെ ഉള്ളിൽ അണയാത്ത തീയാണ്.
പിന്നെ എൻ്റെ മനസ്സ് അതെൻ്റെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല മോനെ. അതേയുള്ളൂ ഒരു വിഷമം. ഉള്ളിൽ നിറഞ്ഞ വേദനയോടെ അയാൾ പറഞ്ഞു. എല്ലാം ശരിയാകും എന്നുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അച്ഛാ. എന്തായാലും 2 ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ തിരികെ പോകുന്നുള്ളൂ. അതിനുള്ളിൽ മിച്ചുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. മൃദുൽ അച്ഛൻ്റെ അരികിലിരുന്ന് അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സമാധാനിക്കാനാവുന്നില്ലടാ. അന്ന് ആദ്യമായിട്ടാണോ ഇവൾ ആ നിരഞ്ജൻ്റെ കെണിയിൽപ്പെട്ട് ആ തമിഴൻ്റെ കൂടെ പോയത്? അതോ ഇതിനു മുമ്പ് മറ്റാർക്കെങ്കിലും ഒപ്പം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഇനി അവൾ തന്നെ വാ തുറന്നു പറയണം. അവൻ്റെ മുഖത്ത് നോക്കി ഇതൊന്നും പറയാൻ കഴിയാതെ അയാൾ മറ്റെവിടെയോ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛാ, അച്ഛനിത് എന്തൊക്കെയാണ് പറയുന്നത്? മൃദുൽ സങ്കടത്തിൽ തിരക്കി. പലതവണ കാശി എന്നോടും ഇവിടെ വന്ന് മിച്ചുവിനെ വിളിച്ചുമൊക്കെ വിലക്കിയതായിരുന്നു. നിരഞ്ജൻ ശരിയല്ല, അവനുമായി ഒരു ബന്ധം, അത് അവളുടെ നാശത്തിലേ അവസാനിക്കുമെന്ന്. പിന്നെ ഓരോന്ന് അന്വേഷിച്ച് ഞാനും വിലക്കി. പക്ഷേ അമ്മയും മോളും കേട്ടില്ല. ആര് പറഞ്ഞതും ചെവിക്കൊണ്ടില്ല. കാശിയെയും അപ്പുവിനെയാണ് അന്നും അവൾ കുറ്റം പറഞ്ഞ് മോശക്കാരാക്കിയത്. എന്നിട്ടിപ്പോൾ ഈ നാട്ടിൽ മിച്ചുവിനുള്ള പേര് എന്താണ് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ മൃദു? ചോദിച്ചുകൊണ്ട് അയാൾ പ്രാണൻ പിടയുന്ന നോവോടെ മകനെ നോക്കി. അച്ഛാ, ഇങ്ങനെ വിഷമിക്കല്ലേ, ഞാനില്ലേ കൂടെ? അവനും എന്തു പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കും എന്നറിയാതെ പോയിരുന്നു. നോക്കടി, ആ വിനീതയുടെ വീടിനു മുന്നിലും പത്രോസ് ചേട്ടൻ്റെ കടയിലുമൊക്കെ ഒരാൾക്കൂട്ടം. വൈകിട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി മുന്നോട്ട് നോക്കിയ അപ്പു അല്പം മാറി വിനീതയുടെ വീടിന് മുന്നിലും ബസ് സ്റ്റോപ്പിലും സമീപത്തെ കടയിലുമൊക്കെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് അച്ചുവിനോട് പറഞ്ഞു. ശരിയാണല്ലോ, ഇനി അവളെങ്ങാനും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയോ ആവോ? അച്ചു ആലോചനയോടെ ഒരു നിമിഷം ചുണ്ടിൽ വിരൽ ചേർത്ത് നിന്നു. യോ, നോക്കടി, ആ വിജയമാമൻ്റെയും തുളസിമാമയുടെയും ഫോട്ടോ പ്രിന്റ് ചെയ്ത് ഒട്ടിക്കുന്നു. അപ്പോൾ അവർ മരിച്ചു പോയോ? എന്താവും പറ്റിയത്? കുറച്ചു മാറി 2-3 പേര് ചേർന്ന് പോസ്റ്റിലും മതിലിലുമൊക്കെ അവരുടെ ഫോട്ടോയ്ക്ക് താഴെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രിന്റുകൾ ഒട്ടിക്കുന്നത് കാണേ. അപ്പു തളർച്ചയോടെ ചോദിച്ചുകൊണ്ട് അച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. തണുപ്പ് ബാധിച്ചതുപോലെ അവളുടെ സ്വരം വിറച്ചു, ദേഹം കുഴഞ്ഞു. അപ്പു, ഡീ, നീ ഇങ്ങനെ പാനിക്കാവല്ലേ. ഇങ്ങോട്ടിരിക്ക്, ഞാനൊരു ഓട്ടോ വിളിക്കാം. നമുക്ക് അതിൽ പോകാം. ഈ അവസ്ഥയിൽ നീ ഇനി നടന്നാൽ ശരിയാവില്ല. ബസ് സ്റ്റോപ്പിലേക്ക് അപ്പുവിനെ പിടിച്ചുകൊണ്ട് കയറും മുമ്പ് തന്നെ അഭിലാഷിൻ്റെ കാർ റോഡിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് വരുന്നത് അച്ചു കണ്ടു. എന്താ അച്ചു, അപ്പുവിന് എന്ത് പറ്റി? കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി അഭി തിരക്കി. ഇവിടെയൊക്കെ ആ വിനീതയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഫോട്ടോ ഒട്ടിക്കുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് ആകെ ഒരു വല്ലായ്മ. അതാ ഞാനൊരു ഓട്ടോ വിളിക്കാൻ. വാടിയതുപോലെ നിൽക്കുന്ന അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ ഓട്ടോയൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് കയറ്, ഞാൻ വീട്ടിലാക്കാം. അഭി പറഞ്ഞതും അച്ചു പിന്നിലെ ഡോർ തുറന്ന് അപ്പുവിനെ കയറ്റിയിരുത്തി. ഒപ്പം അവളും കയറി. അഭി അവരുടെ മരണത്തെക്കുറിച്ച് ഒന്നും പറയാതെ കാർ നേരെ രാഗത്തിലേക്ക് വിട്ടു. എന്താ അഭി, അപ്പുവിന് എന്താ പറ്റിയേ? അവളെവിടെ? ബാങ്കിൽ നിന്ന് ഇറങ്ങാറായപ്പോഴാണ് അഭി വിളിച്ചത്. അപ്പുവിനെന്തോ വയ്യായിക, വേഗം വരണേ കാശിയേട്ടാ എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് കേട്ട് വെപ്രാളത്തോടെ ഓടി വന്നതാണ് അവൻ. കുഴപ്പമൊന്നുമില്ല കാശിയേട്ടാ, വൈകിട്ട് ക്ലാസ് വിട്ട് വന്നു ബസ് ഇറങ്ങിയപ്പോൾ ആ വിജയൻ ചേട്ടൻ്റെയും ഭാര്യയുടെയും ഒക്കെ കാര്യം അറിഞ്ഞു. അതോടെ ആളാകെ കുഴഞ്ഞതുപോലെ അങ്ങ് തളർന്നു. അച്ചു ഓട്ടോ വിളിക്കാൻ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ നേരെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വന്നു. ചേട്ടൻ അങ്ങോട്ട് ചെല്ല്, ഞാൻ അച്ചുവിനെ വിട്ടിട്ട് വരാം. കാശിയോട് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു പോകാമോ എന്ന പോലെ അച്ചുവിനെ നോക്കി. പോകാം എന്ന പോലെ അവളും മെല്ലെ തലയനക്കി. അപ്പു ചെറുതായിട്ടൊന്ന് മയങ്ങി കാശിയേട്ടാ. കാശി അകത്തേക്ക് കയറുമ്പോൾ വീട്ടിലേക്ക് പോകാനായി ബാഗും എടുത്ത് പുറത്തേക്ക് വന്ന അച്ചു അവനോട് പറഞ്ഞു. ഞാൻ നോക്കിക്കൊള്ളാം അച്ചു, അഭിക്കൊപ്പം പോയിക്കൊള്ളില്ലേ? അഭിയേട്ടൻ വീട്ടിലാക്കിത്തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിന്ന് താമസിക്കേണ്ട, ചെല്ല്. കാശി അവളെ അഭിക്കൊപ്പം പറഞ്ഞു വിട്ടിട്ടാണ് മുൻവാതിലും അടച്ച് അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നത്. ബെഡിൽ വാടി തളർന്നതുപോലെ കിടക്കുന്നവളെ കാണെ കാശിക്ക് നെഞ്ചൊക്കെ വിങ്ങി കഴിച്ചു. അപ്പൂസേ, അവൾക്കരികിലിരുന്ന് ആ തലയിൽ തലോടി വിളിച്ചു അവൻ. മെല്ലെ ഒന്ന് മൂളി കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പു. അറിഞ്ഞില്ലേ കാശിയേട്ടാ, ആ വിനീതയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. സൂയിസൈഡ് ആയിരുന്നുവെന്ന്. നാണക്കേട് കൊണ്ട് അവർക്ക് ജീവിക്കേണ്ട എന്ന് തോന്നിയതാവുമല്ലേ. ആ വിനീത എങ്ങനെയായാലും അച്ഛനും അമ്മയും പാവമായിരുന്നു കാശിയേട്ടാ. ഹെഡ് റെസ്റ്റിൽ ചാരി തനിക്കരികിൽ ഇരുന്നവൻ്റെ മടിയിൽ തല ഉയർത്തി വെച്ച് കിടന്നിട്ട് അപ്പു വേദനയോടെ പറഞ്ഞു. കാശിയേട്ടൻ്റെ അപ്പൂട്ടൻ എന്തിനാ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നേ? തരം കിട്ടിയെങ്കിൽ അവരും മകൾക്ക് വേണ്ടി എൻ്റെ അപ്പൂട്ടനെ വേദനിപ്പിച്ചേനെ. ആരും അത്ര പാവമൊന്നുമല്ല. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് കാശി പറഞ്ഞു. എന്നാലും അവരൊന്നും മരിക്കണ്ടായിരുന്നു, വേദനയോടെ അപ്പു പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അവരുടെ ഈ ഭൂമിയിലെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് തിരികെ പോകാനായിട്ട് ഇങ്ങനെയൊരു കാരണം ഉണ്ടായി, അത്രയേയുള്ളൂ. കാശി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയേട്ടാ. സ്വല്പനേരം എന്തോ ആലോചനയോടെ കിടന്നവൾ മെല്ലെ വിളിച്ചു. എന്താടാ? അവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് കാശി ചോദിച്ചു.
കുഞ്ഞമ്മാവനും അമ്മായിയും ഇങ്ങനെ ചെയ്യുമോ കാശിയേട്ടാ? പേടിയോടെ ചോദിച്ചുകൊണ്ട് നിറഞ്ഞുപോയ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പു. ഏയ്, അതൊന്നുമില്ല. എൻ്റെ അപ്പൂട്ടൻ ആവശ്യമില്ലാത്ത ഓരോന്നോർത്ത് വിഷമിക്കാതെ എഴുന്നേറ്റ് വാ, നമുക്ക് ചായ ഉണ്ടാക്കാം. അവളുടെ കവിളിൽ ഒഴുകി പരന്ന കണ്ണുനീര് നനവ് തുടച്ചു കൊടുത്ത് അവളെ കോരിയെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു കാശി. അച്ഛാ, എന്തായി ഇരുട്ടിൽ വന്നിരിക്കുന്നത്? ചോദിക്കുന്നതിനൊപ്പം അയാൾക്കരികിൽ ആ പടിയിലിരുന്നു മൃദുൽ. വിജയന്റെയും തുളസിയുടെയും മരണത്തിന് പോയി വന്ന ജയന് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാണുന്നവരൊക്കെ തന്നെ നോക്കി അടക്കം പറയുന്നു. ആരെയും നോക്കാനോ എന്തിന് അടുത്ത പരിചയക്കാരോട് ഒരു വാക്ക് മിണ്ടാനോ പോലും കഴിയാത്ത അവസ്ഥ. വീട്ടിൽ വന്നിട്ടും ഒരിടത്ത് കിടക്കാനോ ഒന്ന് കണ്ണടയ്ക്കാനോ പോലും ആകാതെ അയാൾ വന്ന് പുറത്തിരുന്നതാണ്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മൃദു. മൃദുലിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ വിഷമിക്കാതെ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വിജയനും തുളസിയും ഈ ലോകത്തു നിന്നും മകൾ കൊടുത്ത നാണക്കേടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയി. ഒരു മുഴം കയറിൽ അവർ എല്ലാം അവസാനിപ്പിച്ചു. പക്ഷേ നമ്മൾ ഇനിയും എത്ര കാലം ഈ നാണക്കേടും പേറി ഇങ്ങനെ കഴിയണം? അയാൾ മുഖം കുനിച്ചിരുന്ന് സ്വയം എന്നോണം പറഞ്ഞു. എന്നാൽ അതിൻ്റെ പൊട്ടും പൊടിയും മനസ്സിലാക്കെ മൃദുവിന് ദേഹമാകെ വിറച്ചു. അച്ഛനും അവരെപ്പോലെ മരണം ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതം അത്രയേറെ വേർത്ത് കഴിഞ്ഞോ? അച്ഛന് മിച്ചു മാത്രമേ ഉള്ളോ? എന്നെ കാണുന്നില്ലേ? മൃദുലിൻ്റെ മനസ്സ് വേദനയോടെ അയാളോട് കലഹിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ പൊന്നു സാറേ, സാറിൻ്റെ അമ്മയെ നോക്കാൻ വേറെ ആരെങ്കിലും നോക്കിക്കോ. എനിക്ക് വയ്യ അതിനെ സഹിക്കാൻ. ഇതുവരെയുള്ള കാശ് ഏജൻസിയിൽ അടച്ചാൽ മതി. ഞാൻ പോവുകയാണ്. തൊഴുകയോടെ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന മുറിയിലേക്ക് പോയി ആ സ്ത്രീ. ഹേമയെ നോക്കാൻ നിൽക്കുന്ന സ്ത്രീയാണ്. കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് ഇത് 3ാമത്തെ ആളാണ്. ആര് വന്നാലും ഇതിൽ കൂടുതൽ നിൽക്കാതെ പോകുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ തലയിൽ കൈവച്ചിരുന്നു പോയി ആദി. അനന്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പയ്യൻ വരും. അവിടെ പ്രശ്നമൊന്നുമില്ല. ആദി, നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്ത്. ഒരേ കിടപ്പ് കിടന്ന് നടുവൊക്കെ പൊട്ടിപ്പൊളിയും പോലെ വേദനിക്കുന്നു. ഒന്നും ശ്രദ്ധിക്കാതെ ഇനി ഇവരെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു ഇരിക്കെ ആദിയെ നോക്കി സങ്കടഭാവത്തിൽ ഹേമ പറഞ്ഞു. അങ്ങനെയൊന്നും എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. ആ ചേച്ചി നിങ്ങളെ നല്ലോണം നോക്കിയതല്ലേ? എന്നിട്ട് അവർക്കൊരു സമാധാനം കൊടുക്കാതെ ഓടിച്ചു വിട്ടു. ഇനിയിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ? അല്ലാതെ ഞാൻ എന്താ ചെയ്യുക? രോഷമടക്കി പറഞ്ഞു ആദി. അവൾക്ക് വൃത്തിയും വെടുപ്പും ഒന്നുമില്ല. അവളിനി വേണ്ട. നിന്റെ ഭാര്യയെ ഇങ്ങോട്ട് വരാൻ പറയും. അവൾ നോക്കട്ടെ എന്നെ. കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റാൻ വയ്യെങ്കിലും ഒട്ടും വിട്ടുകൊടുക്കാതെ ഹേമ പറഞ്ഞു. ശരിയാണ്, അവളെ നോക്കണം. അവൾ മാത്രമല്ല, ഞാനും കുടുംബക്കാരും ഒക്കെ നിങ്ങളെ നോക്കണം. കാരണം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തൊരു മഹത് വ്യക്തിയാണല്ലോ നിങ്ങൾ. ദേ, ഞാൻ മര്യാദയ്ക്ക് പറയുവാണ്. അടങ്ങി ഒതുങ്ങി കിടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് പുഴുത്തു ചാവുകയേ ഉള്ളൂ. ഹേമയെ തറപ്പിച്ചു നോക്കി വെറുപ്പോടെ പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആദി. ചേച്ചി, എനിക്കറിയാം ആ സ്ത്രീ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്ന്. കുറച്ച് ദിവസം കൂടെ ഒന്ന് സഹിക്കാമോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേറെ ഒരാൾ വരും വരെ എങ്കിലും ഒന്ന് നിൽക്കാമോ? എനിക്കിത് പറയാൻ ഇപ്പോൾ വേറെ ആരുമില്ലാത്തത് കൊണ്ടാണ്. താഴ്മയോടെ പറയുന്നവനെ കണ്ടില്ലെന്ന് നടിക്കാൻ ആ സ്ത്രീക്കും ആയില്ല. ആദി സാർ വിഷമിക്കേണ്ട, ഞാൻ നോക്കാം. ആഹാരം, മരുന്ന്, ആളെ ക്ലീൻ ചെയ്യൽ, ഇതൊക്കെ ഞാൻ കൃത്യമായി ചെയ്യും. പക്ഷേ എൻ്റെ അടുത്ത് കൂടുതൽ നാവാടിയാൽ ഞാൻ എൻ്റെ കൈ കൊണ്ടാവും മറുപടി പറയുക. എല്ലാവരും അവരുടെ നാവാട്ടം കൊണ്ട് മിണ്ടാതിരുന്നത് കൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെയായത്. ഈ നാട്ടുകാരി ആയതുകൊണ്ട് തന്നെ ഹേമയെക്കുറിച്ച് കൃത്യമായി അറിയാം അവർക്ക്. അതാണ് അവർ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം പോലെ ആയിക്കോ. ആരും പരാതിയായിട്ട് വരില്ല. ഹേമയെ അവർ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ ആദി അവർ പറഞ്ഞത് സമ്മതിച്ചു.